ഈജിപ്തിലെ മൻസൂറ എന്ന പട്ടണത്തിൽ വൃദ്ധയായ ഒരു ഉമ്മയും മകളും താമസിച്ചിരുന്നു. ആവശ്യത്തിനുള്ള ഭക്ഷണമോ വീടോ വസ്ത്രങ്ങളോ ഇതൊന്നുമില്ലാതെ പാവപ്പെട്ട ഒരു കുടുംബം. അങ്ങനെയിരിക്കെ ഒരിക്കൽ ആ പൊന്നുമകൾക്ക് ഒരു രോഗം ബാധിച്ചു. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റാത്ത വിധം രോഗം അവരെ അവശയാക്കി. പക്ഷേ ഏറെ വിഷമമെന്ന് പറയട്ടെ, ആ പൊന്നുമകളുടെ ഉമ്മയ്ക്ക് ഒന്നും തന്നെ ചെയ്യാൻ സാധിച്ചില്ല. അവളുടെ വിശപ്പിനെ മാറ്റാൻ പോലും ആ ഉമ്മയ്ക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് സത്യം. ആ ഉമ്മ ഏറെ വിഷമത്തിലായി. ആ സമയത്ത് അള്ളാഹുവിലേക്ക് 2 കൈയും ഉയർത്തി കലങ്ങിയ കണ്ണുമായി പ്രാർത്ഥിച്ചു. വിശപ്പിനെ മറന്ന് അവശത കണക്കിലെടുക്കാതെ ആ ഉമ്മ രാത്രി നിന്ന് നമസ്കരിച്ചു. തൻ്റെ പൊന്നുമോളെ മാറോടു ചേർത്ത് രോഗശമനത്തിനായി അള്ളാഹുവിനോട് കേണപേക്ഷിച്ചു. സമയം കടന്നുപോയി. രാത്രി അസമയത്ത് വാതിൽ ആരോ മുട്ടുന്ന ശബ്ദം കേൾക്കുന്നു. തെല്ലുഭയത്തോടെയാണെങ്കിലും തൻ്റെ ഇടറിയ ശബ്ദവുമായി ആരാണെന്ന് ആ ഉമ്മ ചോദിച്ചു. ഞാൻ ഡോക്ടറാണ്, വാതിൽ തുറക്കൂ. ഉടനെ തന്നെ ആ ഉമ്മ വാതിൽ തുറന്നു. കുട്ടി എവിടെയാണ്? ഡോക്ടർ ചോദിച്ചു. ആ ഉമ്മ ഡോക്ടറെ തൻ്റെ മകളുടെ അടുക്കിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ആ ഉമ്മയുടെ മനസ്സിലൂടെ ഒരുപാട് ചിന്തകൾ മാറിമറിഞ്ഞു. അല്ലാഹു അക്ബർ, ആരായിരിക്കും ഈ ഡോക്ടറെ ഇവിടെ എത്തിച്ചത്? അമ്പരപ്പ് മാറാതെ ആ ഉമ്മ അയാളെ തന്നെ നോക്കി നിന്നു. ഡോക്ടർ ചില മരുന്നുകൾ കുറിച്ചു. അങ്ങനെ ചികിത്സയ്ക്കു ശേഷം ഡോക്ടർ കാശ് ചോദിച്ചു. പക്ഷേ ആ ഉമ്മ നിസ്സഹായായി കരയാൻ തുടങ്ങി. എൻ്റെ കയ്യിൽ നിങ്ങൾക്ക് തരാനായി ഒന്നും തന്നെയില്ല. നിങ്ങൾക്കറിയോ, എൻ്റെ കയ്യിൽ ഭക്ഷണത്തിന് പോലും പണമില്ല. ദേഷ്യത്തോടെ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്ക് നാണമില്ലേ? എൻ്റെ കൂലി നൽകാൻ പണമില്ലെന്നറിഞ്ഞിട്ടും എന്തിനാണ് ഈ സമയത്ത് എന്നോട് പരിശോധിക്കാനായി വരാൻ ആവശ്യപ്പെട്ടത്? ആ ഉമ്മ കരയാൻ തുടങ്ങി. അള്ളാഹു തന്നെയാണ് സത്യം, ഞാൻ നിങ്ങളെ വിളിച്ചിട്ടില്ല, ആ ഉമ്മ പറഞ്ഞു. മാത്രമല്ല, നിങ്ങളെ വിളിക്കാൻ എനിക്കിവിടെ ഒരു വഴിയുമില്ല. ഇത് കേട്ട ഡോക്ടർ തെല്ല് സംശയത്തോടെ തനിക്ക് വന്ന കോൾ ഒന്നുകൂടെ പരിശോധിച്ചു. ആ ഉമ്മ പറഞ്ഞത് ശരിയാണെന്ന് ഡോക്ടർക്ക് ബോധ്യമായി. തന്നെ വിളിച്ചത് തൊട്ടടുത്ത വീട്ടിൽ നിന്നായിരുന്നു എന്ന തിരിച്ചറിവോടെ അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. പടച്ച റബ്ബിന്റെ തീരുമാനമാണ് എന്നെ ഇവിടെ എത്തിച്ചതെന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. അവരുടെ കാര്യങ്ങളെല്ലാം അന്വേഷിച്ചറിഞ്ഞു. പട്ടിണിയാണെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം അവർക്ക് സുഭിഷ്ടമായ ആഹാരം നൽകി. മരുന്നുകളെല്ലാം അയാൾ തന്നെ വീട്ടിലേക്ക് എത്തിച്ചു. അതിനുശേഷം ഇടയ്ക്കൊക്കെ അവരെ സന്ദർശിക്കാനും അവർക്ക് വേണ്ട സഹായങ്ങൾ എത്തിക്കാനും അദ്ദേഹം മറന്നില്ല. ഇതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത്, ഏത് പ്രയാസഘട്ടങ്ങളിലും ഒരു വിശ്വാസിയുടെ ആയുധം എന്നത് പ്രാർത്ഥന തന്നെയാണ്. മനസ്സറിഞ്ഞു പ്രാർത്ഥിച്ചാൽ ഏതു പ്രയാസത്തിലും ആശ്വാസമുണ്ടാകും. അള്ളാഹു കാരുണ്യവാനാണ്. നമ്മൾ ചോദിക്കുന്നതാണ് അള്ളാഹുവിന് ഇഷ്ടം. അവൻ നമുക്ക് തരാൻ കാത്തിരിക്കുകയാണ്. പക്ഷേ നമ്മൾ അള്ളാഹുവിനോട് വേണ്ട പോലെ ചോദിക്കണം. ഇൻഷാ അള്ളാഹു എല്ലാവരുടെയും പ്രയാസങ്ങളെ മാറ്റിത്തരട്ടെ. ആമീൻ.